ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ഏലത്തോട്ടത്തിലാണ് നിൽക്കുന്നത്. വെയിൽ വരുന്ന സമയങ്ങളിൽ എല്ലാ കൃഷിക്കാരൻ്റെയും ചിന്ത എങ്ങനെ ഏലത്തിന് തണൽ ഉണ്ടാവണം, തണൽ എങ്ങനെ ആക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരു വർഷം ഏലത്തിന് തണൽ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഏലം എല്ലാം ഉണങ്ങിപ്പോകുന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഏലത്തിന് സംരക്ഷിക്കണമെങ്കിൽ മരങ്ങൾ തന്നെ വെച്ച് പിടിപ്പിക്കണമല്ലോ. അപ്പോൾ ഈ ഏലത്തിന് ഏറ്റവും എന്നുവെച്ചാൽ വേനൽക്ക് നല്ല തളിർത്ത ഇലയുണ്ടാവുകയും എന്നാൽ മഴക്കാലത്ത് അത്യാവശ്യം ഇലകളെല്ലാം തന്നെ പൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു മരമാണ് ചോരക്കാലി. ഇന്ന് അതിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഈ ചോരക്കാലി ഉണ്ടല്ലോ, ഈ മരം ഒരു വരമാണെന്ന് തന്നെയാണല്ലോ പറയുന്നത്. എന്നാൽ ഈ ചോരക്കാലി ശരിക്കും ഒരു വരം തന്നെയാണ്. കാരണം നോക്കിയേ, ഇതിൻ്റെ ഇലകൾ ഇപ്പോഴും തളുത്ത് തന്നെ നിൽക്കുന്നു. വേനൽക്ക് പൊഴിഞ്ഞു പോലും പോകുന്നില്ല. ഒറ്റ ഇല പോലും പൊഴിയുന്നുണ്ടോയെന്ന് നോക്കിയേ. പക്ഷേ എന്നാൽ ഇത് മഴക്കാലത്ത് ഈ ഇലയുടെ ഒരുപാട് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇതെല്ലാം കുറേ പൊഴിഞ്ഞു പോകാറുമുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ചോരക്കാലിക്കൊക്കെ ചുറ്റും നിൽക്കുന്ന ഒരേലത്തിന് പോലും ഈ പൊക്കം കൂടുതലാണ്. ഈ ചോരക്കാലി പൊക്കം കൂടിയിട്ട് അത് നല്ല പടർന്ന് പന്തലിച്ചാണത് നിൽക്കുന്നത്. അപ്പം ഏലത്തിന് നല്ല തണലുണ്ടാകും. ഇതിൻ്റെയൊക്കെ ചോട്ടിലുണ്ടല്ലോ നിൽക്കുന്ന ഏലങ്ങൾക്കൊന്നും ഒരു കാരണവശാലും വെയിലേക്കത്തില്ല. അപ്പം നമ്മുടെ പറമ്പിൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി ചോരക്കാലിയൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ വെയിലിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എല്ലാം കൊണ്ടും നമുക്ക് നല്ലതാണ്. ഇത് കണ്ടോ, ചോരക്കാലിയുടെ ചുറ്റും നിൽക്കുന്ന ഏലമാണ്. ബാക്കിയുള്ള ഏലത്തെ എല്ലാം അപേക്ഷിച്ച് നല്ല ശതമാനം തളിർത്ത് തന്നെയാണ് ഈ ഏലം നിൽക്കുന്നത്. പിന്നെ പറയുവാണെങ്കിൽ ഈ ചോരക്കാലിയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രത്യേകിച്ചുണ്ടല്ലോ വെള്ളാംശം കൂടുതലുണ്ട്. വെള്ളമൊക്കെ അവിടെ മിക്കവാറും വെള്ളമുള്ളിടത്താണ് മിക്കവാറും ചോരക്കാലി തന്നെ. ചോരക്കാലിക്കൊരു പ്രത്യേകതയുണ്ട്. ചോരക്കാലി നിൽക്കുന്ന ഏത് സ്ഥലത്തും വെള്ളവും തന്നെ ആഗിരണം ചെയ്യുന്നുണ്ട് ചെടികൾ. അപ്പം ഒരുപാട് ഗുണങ്ങളുള്ള ചോരക്കാലിയാണ്. ഇന്നുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ നേഴ്സറികളിൽ കൂടിയല്ല ഈ ചോരക്കാലി വിൽക്കാനുണ്ട്. ഞങ്ങളൊരു ഉപ്പമ്മാക്ക നേഴ്സറിയെക്കുറിച്ച് അന്ന് പറഞ്ഞില്ല, അതിനവിടെയൊക്കെ ഞങ്ങൾ ചോരക്കാലി തൈകൾ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. അപ്പം അതുപോലെ നമ്മൾ കൃഷിയിടങ്ങളിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിറച്ചൊന്നും വേണ്ട കേട്ടോ, എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാണ്ടല്ലോ കുറേ പൊങ്ങി കഴിഞ്ഞേച്ച് പന്തൽ പോലെ ഇങ്ങനെ വിരിച്ച് നമുക്ക് തണലായിട്ട് മാറും. അപ്പോൾ എല്ലാവരും ഏലമൊക്കെ വെക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കുറച്ച് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ വലയും കെട്ടി പന്തലും ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ? അതിനേക്കാളും എത്രയോ നല്ല മരം വെച്ച് പിടിപ്പിച്ച മരം എപ്പോഴും നമുക്ക് തണൽ തരുന്നുണ്ട്. മരത്തിൽ നിന്ന് മരത്തിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയേണ്ട പോലും കാര്യമില്ല, എല്ലാവർക്കും അറിയാം. നമുക്ക് വെയിലൊക്കെ വരുമ്പോഴാണ് ഈ മരത്തിൻ്റെ ആ ഇല്ലായ്മയെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. പിന്നെ ഈ മഴയുടെ കുറവുകൾ വരുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കും മരമൊന്നും ഇല്ലാത്തതിൻ്റെ ഒരുപാട് കുറവുകൾ. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ സംരക്ഷിച്ചെടുക്കുക. കഴിഞ്ഞ വർഷം ആ വെയിലൊക്കെ വന്ന സമയത്തുണ്ടല്ലോ ഇതുകൊണ്ട് ഒരു ചോരക്കാലി നിൽക്കുന്നുണ്ട്. ഇത് വേറൊരു ചോരക്കാലിയാണ്. അത് ഒരെണ്ണം കണ്ടില്ല നമ്മൾ. അത് കഴിഞ്ഞ് വേറൊരു ചോരക്കാലിയാണ്. അതുകൊണ്ട് ഗൈസ് അവിടെ ഒരു ചോരക്കാലി നിൽക്കുന്നതാണ്. ഇത് വേറെ ചോരക്കാലിയാണ്. ആ ചോരക്കാലിയുടെ മോൾഭാഗമൊക്കെ നോക്കിയേ, നല്ല രസമില്ലെന്ന് നോക്കിയാൽ തളിർത്ത് പടർന്ന് പന്തലിച്ച ഒരു പന്തൽ പോലെയാണ്. അതിൻ്റെ മുകളിലൊക്കെ ഉമ്പിടി പക്ഷികളും ഒക്കെ വന്നിരിക്കുന്നതാണ്. നല്ല രസമുണ്ട് ചില സമയങ്ങളിൽ വൈകുന്നേരമൊക്കെ വരുമ്പോൾ കാണുമ്പോഴേ. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ചുറ്റുമുള്ള ഇവിടെ ഒരു ജാതി നിൽപ്പുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം ഉണ്ടല്ലോ ബാക്കിയുള്ള ഈ ചോരക്കാലി ഒന്നും നിൽക്കാത്ത സ്ഥലങ്ങളിലേ, അങ്ങനെ തണൽ ഒന്നും ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ എല്ലാം ഈ എല്ലാം തന്നെ ജാതിയൊക്കെ പോയായിരുന്നു. പക്ഷേ ഈ ഏലം ഉണ്ടല്ലോ, ഏലമാണേലും ജാതിയാണേലും ഈ ചോരക്കാലിയുടെ ചുറ്റും നിന്നത് ഒന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ വേനൽക്ക് പ്രത്യേകതയുണ്ട്. വേനൽക്ക് നല്ല തളിർത്ത് നിൽക്കും. അപ്പം നമുക്കിവിടെ എല്ലാം നല്ല തണലായിട്ട് ഇതിൻ്റെ ഈ ചുവട്ടിൽ നിൽക്കുന്ന ഏലമൊക്കെ നോക്കി ഗൈസ്, ചോരക്കാലിയുടെ ചുവട്ടിൽ നിൽക്കുന്നത്. ഇപ്പോൾ പല നഴ്സറികളിലും ഇതുണ്ടല്ലോ വിൽക്കാനായിട്ട്. ഈ ചോരക്കാലിയുടെ തൈകളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ഈ തണലിന് വേണ്ടി മരം വെച്ച് പിടിപ്പിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. അപ്പോൾ അതൊക്കെയാണ് ഈ ചോരക്കാലിയുടെ പ്രത്യേകതകൾ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ചോരക്കാലിയൊക്കെ എന്തെങ്കിലും ഏലത്തോട്ടമൊക്കെ ഉള്ളവരും അതുപോലെ തന്നെ തണലിനൊക്കെ ആവശ്യമുള്ളവർ കൃഷിക്ക് ആവശ്യമായിട്ട് ഇതൊക്കെ വെച്ച് പിടിപ്പിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും.
പിന്നെ എന്ന് ചോരക്കാലി അവിടെ നിന്നെന്ന് വിചാരിച്ച് അതിൻ്റെ ചുവട്ടിൽ തന്നെ എത്ര പ്ലാവ് ഉണ്ടെന്ന് നോക്കി. ആ പ്ലാവ് അത് വളരുന്നുമുണ്ട്, അത് ചക്ക ഉണ്ടാകുന്നതൊക്കെയാണ്. അന്നേരം അതിനൊന്നും ഒരു ക്ഷാമം എന്ന് വെച്ചാൽ ചോരക്കാലി അവിടെ ഉണ്ടെന്ന് വിചാരിച്ച് ആ പ്ലാവുകളൊന്നും കായ്ക്കാതെ ഒന്നും ഇരിക്കുന്നില്ല. എന്ന് വെച്ചാൽ ചോരക്കാലി ഒരുപാട് പൊക്കത്തിലാണല്ലോ അത് പന്തലായിട്ട് നിൽക്കുന്നത്, ചുവട്ടിലല്ലല്ലോ. അപ്പോൾ ഒരുപാട് മണ്ടയിലിങ്ങനെ പന്തലിച്ച് നിൽക്കുമ്പം നല്ല ഷെയ്ഡായിരിക്കുമല്ലോ, അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ കൊടിയാണെങ്കിലും അവിടെ നിൽക്കുന്ന കൊടി കായ്ക്കാതെ അങ്ങനെയൊന്നും ഇതുവരെ വന്നിട്ടൊന്നുമില്ല, അതിൻ്റെ ചുറ്റുമൊക്കെ നിൽക്കുന്ന കൊടികളൊക്കെ. അപ്പോൾ നമുക്ക് ഈ ചോരക്കാലിയുടെ ഇതിൽ അവിടെ ചെന്ന് അതിലേ അങ്ങ് പോകാം. ഇത് കണ്ടോ, ഇതിവിടെയൊക്കെ തണൽ അത്യാവശ്യം കുറവായതുകൊണ്ട് ഇവിടെയൊക്കെ നിൽക്കുന്ന ഏലമൊക്കെ ഒരു മുരഞ്ഞല്ല നിൽക്കുന്നത്, മോശമായിട്ടാണ് നിൽക്കുന്നത്. അപ്പം തണലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഏലത്തിന് പകുതിയോളം തണൽ തന്നെ വേണം, ഇല്ലെങ്കിൽ ഏലം എന്തായാലും നിൽക്കത്തില്ല. അപ്പോൾ ഈ ഏലത്തിൻ്റെ തണൽ കുറവായതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഏലത്തിനൊക്കെ ഇത്രയും ക്ഷീണം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ല് ബട്ടണും കൂടി അമർത്തുക. താങ്ക്